പെഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരൻ ഹാസിം മൂസ പാക് പട്ടാളത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡറായിരുന്നുവെന്ന് NIA. ആക്രമണം നടക്കുമ്പോൾ ബൈസ്രൺ വാലിയിലെ മെയിൻ ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജമ്മുകശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും 3 സെക്യൂരിറ്റി ഗാർഡുകളെയും വിശദമായി ചോദ്യം ചെയ്തു. ബൈസ്രൺ വാലിയിലെ സീപ്ലെയിൻ ഓപ്പറേറ്ററെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നന്ദഗോപൻ പെഹൽഗാമിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. നന്ദഗോപൻ, പുതുതായി നമ്മോടൊപ്പം ചേരുന്ന പ്രേക്ഷകർക്കായി പെഹൽഗാമിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഏറ്റവും ഒടുവിലായി NIA പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹാസി മൂസ എന്ന വ്യക്തി, ഇയാൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കമാൻഡോ ആയിരുന്നു, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇയാളാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതായത് പെഹൽഗാമിലെ ബൈസ്രൺ വാലിയിൽ 26 പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായ തീവ്രവാദ അക്രമത്തിന് നേതൃത്വം നൽകിയത് ഈ ഹാസി മൂസയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ വെൽ ട്രെയിൻഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഇയാൾ കമാൻഡോയുടെ പ്രത്യേക ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാം, അതേപോലെ തന്നെ നാവിഗേഷൻ, അയാൾക്ക് ഈ ഇത്തരം നാവിഗേഷൻ സിസ്റ്റമൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് ഇതിനോടകം NIA വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് ലഭിച്ചവരാണ് ഈ തീവ്രവാദ അക്രമത്തിൽ പങ്കെടുത്തതും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇയാളാണ് കഴിഞ്ഞ 2024 നവംബറിലുമായി ഭാരതത്തിൽ നടന്ന ഒരു 3 തീവ്രവാദ അക്രമങ്ങൾ അതിൽ നേതൃത്വം കൊടുത്തതും ഇയാൾ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇയാൾ കശ്മീരിൻ്റെ മണ്ണിലുണ്ട്. തീവ്രവാദങ്ങൾ അക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി ഇയാൾ കശ്മീരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ NIA വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ തീവ്രവാദ അക്രമങ്ങൾ നടന്ന സമയത്ത് അവിടെ കശ്മീർ പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ പോലീസ് അവർ മെയിൻ ഗേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ റിയാക്ഷൻ നടത്തിയില്ല. അതായത് ഈ വെടിയൊച്ച കേൾക്കുമ്പോഴും അവർ ഇതിനെ പ്രത്യാക്രമണം നടത്തുവാനോ അതിനെ പ്രതിരോധിക്കുവാനോ ഈ കശ്മീർ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അവിടെ ഒരു സെക്യൂരിറ്റി ഏജൻസിയുടെ 3 ഗാർഡും ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവരും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ലാതെ മറ്റ് ഇതിനെ പ്രതിരോധിക്കുവാനോ മറ്റൊന്നും തന്നെ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനമായും NIA കണ്ടെത്തുന്നത്. നിലവിൽ ഈ 3 സെക്യൂരിറ്റി ഗാർഡുകളും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിലെ കോൺസ്റ്റബിളും അവരിപ്പോൾ NIA കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രധാനമായും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന ഒരു ദൃശ്യമുണ്ട്. അതായത് ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഭട്ട് എന്നുള്ള ഒരാൾ സിപ്ലൈനിൽ കയറുന്നതിൽ ഒരു ദൃശ്യങ്ങളായിരുന്നു എടുത്തിരുന്നത്. ഇയാൾ സിപ്ലൈനിൽ കയറി ഈ സിപ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ അള്ളാഹു അക്ബർ, ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ ഈ വെടിവെച്ച് കേട്ടുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന തക്ബീർ മുഴക്കുന്നതായിരുന്നു കേട്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഋഷി ഭട്ട് എന്ന അയാൾ ഇന്ന് ഈ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറയുന്നത് ഒരുപക്ഷെ ഈ സിപ്ലൈൻ ഓപ്പറേറ്റർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ NIA ഈ സിപ്ലൈൻ ഓപ്പറേറ്ററെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് ബോധ്യമാകുന്ന പക്ഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ചിത്രീകരിച്ച ദൃശ്യങ്ങളും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാദേശികമായി എത്തിയ അല്ലെങ്കിൽ ഒരു പ്രദേശവാസി, അയാൾ പ്രധാനമായും ഈ വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ ഈ മരത്തിന് മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ഇയാൾ മരത്തിന് മുകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അയാൾ അവിടെ നിന്നുകൊണ്ട് മുഴുവൻ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ NIAയുടെ പക്കലാണ്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയ മുഴുവൻ ആൾക്കാരുടെയും മൊബൈൽ NIA കസ്റ്റഡിയിലെടുത്ത് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമായ തെളിവുകൾ ആണ് NIAയ്ക്ക് ആവശ്യം. ഇതിനോടകം തന്നെ 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. NIAയ്ക്ക് പുറമെ റോയും ഇൻ്റലിജൻസും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ ദിവസവും ഏതാണ്ട് 100-ലധികം ആൾക്കാരെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് NIA സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങളും മറ്റും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ വിവരങ്ങളൊന്നും NIA പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഈ സെർച്ച് ഓപ്പറേഷൻ, നമുക്കറിയാം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. 7 ദിവസം പിന്നിടുന്നു. സെർച്ച് ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ തീവ്രവാദികൾക്ക് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രത്യേക ദൗത്യ സംഘമുണ്ട്. ഈ തീവ്രവാദികൾ
ഈ പെഹൽഗാമിലെ ബൈസ്രൻ വാലിയിൽ ആക്രമണം നടത്തിയിട്ട് അവിടെ നിന്നും അനന്തനാഗിലേക്കും അതേപോലെ തന്നെ ത്രാൽ എന്ന മേഖലയിലേക്കും കടന്നതായിട്ടാണ് വിവരങ്ങൾ ലഭിച്ചത്. ത്രാലിൽ ഒരു വീട്ടിൽ ഭക്ഷണം ചോദിച്ചെത്തി. ആ ത്രാലിൽ ഉണ്ടായിരുന്ന ചില ലോക്കൽസ് അവർ ഈ തീവ്രവാദികൾക്ക് ചില സംരക്ഷണം നൽകി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ത്രാലിൽ നിന്നും ഇവർ കടന്നത് ഈ ഗുൽഗാം എന്ന് പറയുന്ന മേഖലയിലാണ്. അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക ദൗത്യ സംഘവുമായി ഇവർ ഏറ്റുമുട്ടുകയുണ്ടായി. ഇവരുടെ കയ്യിൽ അത്യാധുനിക ആയുധമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രത്യേക ദൗത്യ സംഘത്തെ നേരിടുവാൻ വേണ്ടി ഇവർ തയ്യാറായി. ഒടുവിൽ അവർ പൈൻ കാടുകൾക്ക് ഉള്ളിലേക്ക് മറയുകയായിരുന്നു. സെർച്ച് ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അവർ പിടിയിലാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലും അതിർത്തിയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിയുതിർത്തു എന്നുള്ളതാണ്. കുപ്വാര, ബാരാമുള്ള ജില്ലകളിലാണ് നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്തത്. കൂടാതെ അഖ്നൂർ സെക്ടറിലും ഇന്നലെ വെടിയുതിർത്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ, അതായത് 22-ാം തീയതിക്ക് ശേഷം നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി ഈ BSFന് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിയുതിർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ BSF ഇന്നലെ ശക്തമായ തന്നെ ഇന്നലെ ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വീണ. ശരി നന്ദൻ.